ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. ഈ രാത്രിയിൽ നല്ലൊരു ഉറക്കം ലഭിക്കാൻ കർത്താവിൻ്റെ സംരക്ഷണത്തിന് കീഴിൽ നമുക്ക് ഉറങ്ങാൻ കിടക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രാത്രിയിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും കർത്താവ് തുണയേകും. നിങ്ങൾ ഒറ്റയ്ക്കല്ല. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളെ അനാഥനായി വിടുകയില്ല, ഞാൻ നിങ്ങളോട് കൂടെയുണ്ടാകും. നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും കർത്താവ് അറിയുന്നുണ്ട്. അവിടുന്ന് നിങ്ങളെ സ്നേഹിക്കുന്നു. എല്ലാറ്റിലും ഉപരിയായി അവിടുന്ന് നിങ്ങളെ കരുതുന്നു. നിങ്ങളെ അവിടുന്ന് തനിച്ചാക്കുകയില്ല. ഈ രാത്രിയിൽ വേദനയിലും ദുഃഖത്തിലും നിരാശയിലും കഴിയുന്ന എല്ലാവർക്കു വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ എല്ലാവർക്കും അവരുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിലെ ഓരോ അവസ്ഥയും മാറി നല്ലൊരു ജീവിതം, സമാധാനവും ഐശ്വര്യവുമുള്ള സന്തോഷമുള്ള ഒരു ജീവിതം നയിക്കാൻ വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. ഈ രാത്രിയിൽ നമുക്ക് നല്ലൊരു ഉറക്കത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. നാളത്തെ പ്രഭാതത്തിൽ കർത്താവിൻ്റെ കാരുണ്യം കണ്ടുണരുവാൻ കൃപയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കാം. നാളത്തെ നിയോഗങ്ങളെ സമർപ്പിച്ച് ഈ രാത്രിയിൽ ദൈവവചനം നമുക്ക് ശ്രവിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സങ്കീർത്തനം 103 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. കർത്താവ് പീഡിതരായ എല്ലാവർക്കും നീതിയും ന്യായവും പാലിച്ചു കൊടുക്കുന്നു. അവിടുന്ന് തൻ്റെ വഴികൾ മോശയ്ക്കും പ്രവൃത്തികൾ ഇസ്രായേൽ ജനത്തിനും വെളിപ്പെടുത്തി. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്, ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. അവിടുന്ന് എപ്പോഴും ശാസിക്കുകയില്ല. അവിടുത്തെ കോപം എന്നേക്കും നിലനിൽക്കുകയില്ല. നമ്മുടെ പാപങ്ങൾക്കൊത്ത് അവിടുന്ന് നമ്മെ ശിക്ഷിക്കുന്നില്ല. നമ്മുടെ അകൃത്യങ്ങൾക്കൊത്ത് നമ്മോട് പകരം ചെയ്യുന്നില്ല. ഭൂമിക്കുമേൽ ഉയർന്നിരിക്കുന്ന ആകാശത്തോളം ഉന്നതമാണ് തൻ്റെ ഭക്തരോട് അവിടുന്ന് കാണിക്കുന്ന കാരുണ്യം. കിഴക്കും പടിഞ്ഞാറും തമ്മിൽ ഉള്ള അത്ര അകലത്തിൽ നമ്മുടെ പാപങ്ങളെ അവിടുന്ന് നമ്മിൽ നിന്നും അകറ്റി നിർത്തി. പിതാവിന് മക്കളോടെന്ന പോലെ കർത്താവിന് തൻ്റെ ഭക്തരോട് അലിവ് തോന്നുന്നു. ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പാപങ്ങൾക്കൊത്ത് അവിടുന്ന് ഞങ്ങളെ ശിക്ഷിക്കുന്നില്ല. ഞങ്ങളുടെ അകൃത്യങ്ങൾക്കൊത്ത് അവിടുന്ന് ഞങ്ങളോട് പകരം ചെയ്യുന്നില്ല. ദൈവമേ, ഇത്രമാത്രം ആർദ്രഹൃദയനും കാരുണ്യവാനും ക്ഷമാശീലനും സ്നേഹനിധിയുമായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ ദൈവമായതിനാൽ, ഞങ്ങൾ അങ്ങയുടെ ജനമായതിനാൽ, ഞങ്ങൾ അങ്ങയുടെ മക്കളായതിനാൽ ഞങ്ങൾ അങ്ങേക്ക് കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, ഈ രാത്രിയിൽ നിന്റെ നീതിക്കും ന്യായത്തിനും വേണ്ടി കാത്തിരിക്കുന്നവർക്ക്, നിന്റെ കാരുണ്യത്തിനും സന്തോഷത്തിനും വേണ്ടി കാത്തിരിക്കുന്നവർക്ക് പ്രത്യാശയും പ്രതീക്ഷയും നിന്നിൽ പൂർണ്ണമാക്കി കൊടുക്കണമേ. ഈ രാത്രിയിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. തനു മേരി എന്ന ഒരു മകൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാ പ്രഗ്നൻ്റ് ലേഡീസിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. 8 മാസം പ്രഗ്നൻ്റായ ഈ മകളെ നിന്റെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ ഗർഭസ്ഥ ശിശുവിനെ സമർപ്പിക്കുന്നു. കർത്താവേ, ഒറ്റപ്പെട്ടു പോയ ഈ മകളെ നീ അനുഗ്രഹിക്കണമേ. എല്ലാ അനുഗ്രഹങ്ങളും നൽകി, സാമ്പത്തിക സഹായം നൽകി, ശാരീരിക സൗഖ്യം നൽകി, നോക്കാൻ സഹായത്തിന് ആളെ നൽകി ഈ മകളെ നീ പ്രത്യേകം കാത്ത് സംരക്ഷിക്കണമേ. നോർമൽ ഡെലിവറി നൽകി ഈ മകളെ അനുഗ്രഹിക്കണമേ. എല്ലാ പ്രഗ്നൻ്റ് ലേഡീസിനു വേണ്ടി ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ തന്നെ അവരുടെ ഡോക്ടറാകണമേ. നീ തന്നെ അവരുടെ വൈദ്യനായി അവർക്ക് സൗഖ്യവും സംരക്ഷണവും നൽകി നിന്റെ പ്രത്യേക കരുതൽ അവരോട് കൂടി ഉണ്ടാകണമേ. ഈ രാത്രിയിൽ ഞങ്ങളുടെ പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബ്രയൻ, ഷോൺ എന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ബ്രയന് ചെവിയുടെ പ്രശ്നങ്ങൾ മാറ്റി സൗഖ്യം കൊടുക്കണമേ. ഈശോയെ, നിന്നെ ക്രൂശിക്കാൻ വന്ന പടയാളികളിൽ ഒരുവൻ്റെ ചെവി പത്രോസ് മുറിച്ചു കളഞ്ഞപ്പോൾ നീ ആ ചെവിയെടുത്ത് നീ അവനെ സ്പർശിച്ച് ആ പടയാളിയുടെ ചെവി
നിനക്കെതിരെ നിൽക്കാൻ, നിന്നെ കൊല്ലാൻ വന്ന പടയാളിയുടെ ചെവി നീ അവൻ്റെ ചെവി സ്പർശിച്ച് സൗഖ്യപ്പെടുത്തിയതുപോലെ ഇന്ന് ഈ ബ്രയൻ എന്ന മകൻ്റെ ചെവി നീ സ്പർശിച്ച് സുഖപ്പെടുത്തണമേ. ചെവിയുടെ അസുഖമുള്ള എല്ലാവർക്കു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കേൾവി ശക്തി കുറവുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാഴ്ച ശക്തി കുറവുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കണ്ണിന് രോഗമുള്ള ഒരു മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എൻ്റെ ഈ പ്രിയപ്പെട്ടവർ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ചോദിച്ച എല്ലാവർക്കും ഈ രാത്രിയിൽ സന്തോഷത്തിനുള്ള വക നൽകി നീ അനുഗ്രഹിക്കണമേ. ശാരീരിക രോഗങ്ങളുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൽ കടബാധ്യതയും കുടുംബത്തിൽ സംശയവും ഭയവും പരസ്പര സ്നേഹവുമില്ലാത്ത എല്ലാവർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ നീ ശക്തിപ്പെടുത്തണമേ, സൗഖ്യപ്പെടുത്തണമേ. ദൈവമേ, ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈ രാത്രിയിൽ സമാധാനവും സന്തോഷവും ലഭിക്കണമേ. ഞങ്ങൾ നിൻ്റെ സന്തോഷത്തിൽ ആനന്ദിക്കുന്നു. ഞങ്ങൾ നിൻ്റെ സമാധാനത്തിൽ അഭയം വയ്ക്കുന്നു. എൻ്റെ കർത്താവേ, നിൻ്റെ സൗഖ്യത്തിനു വേണ്ടി കാത്തിരിക്കുന്ന എല്ലാവർക്കും ഈ രാത്രിയിൽ അത്ഭുത സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ. ഒറ്റപ്പെട്ടു പോയ എല്ലാവർക്കും ഈ രാത്രിയിൽ നീ താങ്ങും തണലുമായി അവരുടെ കൂടെ ഉണ്ടാകണമേ. ഭയപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും ഈ രാത്രിയിൽ ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. എൻ്റെ ദൈവമായ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കുന്ന ദൈവമേ, ഞങ്ങളുടെ പാപങ്ങളെ മറന്നു കളയുന്ന കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ക്ഷമാശീലനും സ്നേഹവാനും കാരുണ്യവാനും ഞങ്ങളെ കരുതുന്നവനുമായ ദൈവമേ, അങ്ങയെപ്പോലെ ഞങ്ങൾക്കൊരു ദൈവമുള്ളതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു. അങ്ങ് എപ്പോഴും ഞങ്ങളുടെ കൂടെയുള്ളതിനെ ഓർത്ത് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. കുറ്റബോധത്തിൽ നിന്നും ഞങ്ങളെ വിടുവിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഈ രാത്രിയിൽ എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിച്ച് സുഖമായ ഒരു ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൻ്റെ പ്രാർത്ഥന നിനക്ക് ഞാൻ സമർപ്പിക്കുന്നു. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും നമ്മെ കാത്ത് സംരക്ഷിച്ച് സൗഖ്യവും സമാധാനവും സന്തോഷവും നൽകി നല്ലൊരു ഉറക്കം നൽകി ഈ രാത്രിയിൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളാരും ഒറ്റയ്ക്കാണ് എന്ന് വിചാരിക്കരുത്. കർത്താവായ ദൈവം നിങ്ങൾക്ക് ഈ രാത്രിയിൽ തുണയേകും. അവിടുന്ന് നിങ്ങളോട് കൂടെയുണ്ടാകും. സന്തോഷത്തോടെ ആയിരിക്കുക. കർത്താവ് നിങ്ങളെ പരിപാലിക്കും. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ട എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. കുടുംബാംഗങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ആമേൻ. ഈ പ്രാർത്ഥന നിങ്ങൾ ഷെയർ ചെയ്യുക. കർത്താവ് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും. ആമേൻ.